സംസ്ഥാനത്ത് മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നതിൽ ഡോക്ടേഴ്സിന് ആശങ്ക. അവയവദാനത്തിന് വേണ്ടിയാണ് മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നത് എന്ന പ്രചരണമാണ് ആശങ്കയ്ക്ക് പിന്നിൽ. ഇതോടെ മസ്തിഷ്ക മരണാനന്തര അവയവദാനം കേരളത്തിൽ കുറഞ്ഞു. വിവാദങ്ങൾ ഭയന്ന് മസ്തിഷ്ക മരണം നടന്നുവെന്ന് പറയാൻ ഡോക്ടേഴ്സ് മടിക്കുന്നുവെന്ന് കേസോട്ടോ നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രീഷ്യസ് 24 പറഞ്ഞു. 4 ഡോക്ടർമാർ സ്ഥിരീകരിച്ചാൽ മാത്രമേ മസ്തിഷ്ക മരണം ഉറപ്പിക്കാനാകൂ. 4 പേരിൽ ഒരാൾ സർക്കാർ ഡോക്ടർ ആയിരിക്കണം. ഈ സർക്കാർ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ 6 മണിക്കൂർ ഇടവിട്ട 2 ഘട്ടങ്ങളിലായി ആപ്നിയോ ടെസ്റ്റ് നടത്തിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. സ്വന്തമായി ശ്വാസമെടുക്കാനുള്ള ഒരു സാഹചര്യവുമില്ലെന്ന് ശാസ്ത്രീയമായി പരിശോധിക്കുന്നതാണ് ആപ്നിയോ ടെസ്റ്റ്. ഇതിലൂടെ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു സാഹചര്യവുമില്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിക്കാൻ പാടുള്ളൂ. ഇനി എന്തുകൊണ്ട് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ കേരളത്തിലെ ഡോക്ടർമാർ മടിക്കുന്നു? അതിന്റെ ഉത്തരം കേസോട്ടോ നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രീഷ്യസ് പറയും. ഒന്ന്, ആശുപത്രികളുടെ ആശങ്ക. മസ്തിഷ്ക നിർണ്ണയിച്ചാൽ അത് അവയവദാനത്തിന് വേണ്ടിയാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ള പൊതുസമൂഹത്തിനൊരു സംശയം. പിന്നെ ഡോക്ടർമാർക്കും മസ്തിഷ്ക നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അതും അവരുടെ ഒരു ലാഭേച്ഛയോടുകൂടിയുള്ള ചെയ്യുന്ന എന്നുള്ള ഒരു കോൺസെപ്റ്റ്, തെറ്റായ കോൺസെപ്റ്റ്. മസ്തിഷ്ക നിർണ്ണയം ICUകളിൽ നടക്കുന്നില്ല. നടക്കാത്തതുകൊണ്ട് ബന്ധുക്കൾക്ക് അറിയില്ല എൻ്റെ രോഗി മസ്തിഷ്ക മരണം സംഭവിച്ചതാണോ. അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും, അതായത് എനിക്ക് എൻ്റെ ബന്ധു മസ്തിഷ്ക മരണം സംഭവിച്ച ആൾ, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല ബോധ്യമുണ്ടെങ്കിൽ പോലും ചികിത്സിക്കുന്ന ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞാലല്ലേ എനിക്ക് അറിയുള്ളൂ എൻ്റെ രോഗി മസ്തിഷ്ക മരണം സംഭവിച്ചു, അപ്പോൾ ഇനി തിരിച്ചു വരത്തില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ അവയവം മറ്റുള്ളവർക്ക് കൊടുക്കാം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. 12 വർഷത്തിനിടെ മാറ്റിവെക്കാനുള്ള അവയവം കിട്ടാതെ സംസ്ഥാനത്ത് മരിച്ചത് 1800-ലേറെ രോഗികളാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നടന്ന അവയവദാനങ്ങളുടെ എണ്ണം 82. 2024-ൽ 11 അവയവദാനം, 2023-ൽ 19, 2022-ൽ 14, 2021-ൽ 17, 2020-ൽ 21. മസ്തിഷ്ക മരണം പ്രഖ്യാപിക്കൽ നിയമവിധേയമെന്ന് ഹൈക്കോടതി ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മരണം സ്ഥിരീകരിക്കാൻ മടിക്കുന്ന ഡോക്ടർമാർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഇടപെടൽ കൂടിയാണത്. നിയമപരമായ അവയവദാനം പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.